പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിലും കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. അതെ, യഥാർത്ഥമായി വാസ്തവമായി നമ്മെ രക്ഷിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു യഹോവ ഉണ്ട് എന്ന് ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജനം അറിയും. അതെ, ശത്രുവിൻ്റെ കയ്യിൽ നിന്നും നമ്മെക്കുറിച്ചുള്ള സകല പ്രതീക്ഷയിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കും എന്ന് വരും ദിവസങ്ങളിൽ, ഇന്നേ ദിവസം വരും ദിവസങ്ങളിൽ നാം വാസ്തവമായി അറിയും. ഇപ്പോൾ പലതും നമുക്ക് വാസ്തവമായി അറിയുവാൻ കഴിയുന്നില്ല. നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ ചിന്തകൾ ഒക്കെ വ്യത്യാസമായിരിക്കുമ്പോൾ വാസ്തവമായി ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു, എന്നെ വിടുവിച്ചു, എന്നെ സൗഖ്യമാക്കി, എന്നെ ഉയർത്തി, എന്നെ മാനിച്ചു, എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുവാൻ കർത്താവ് നമ്മെ ഇടയാക്കും. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ ഞാൻ വാസ്തവമായി യഹോവ എന്നെ രക്ഷിച്ചിരിക്കുന്നു, വിടുവിച്ചിരിക്കുന്നു എന്നറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം അതിൻ്റെ 11-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. അതുവരെയും പത്രോസിന് അത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അതേ അധ്യായം തന്നെ അതിൻ്റെ 9-ാം വചനത്തിൽ നാം വായിക്കുന്നു: ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. പല ദൈവപ്രവൃത്തികളെയും നമുക്ക് അതിൻ്റെതായ വാല്യൂ കൊടുത്ത് നമുക്കത് അംഗീകരിക്കുവാനും അത് വാസ്തവമെന്ന് അറിയുവാനും കഴിയുന്നില്ല. വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെയുള്ള പ്രതിസന്ധിയിലാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ ഏത് കാരാഗ്രഹത്തിൽ നിന്നും, ഏത് സ്തോത്രം ഹല്ലേലൂയ മരണശിക്ഷയിൽ നിന്നും, ഏത് പ്രതീക്ഷയിൽ നിന്നും, ഏത് ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, ഏത് സമയത്തും നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. ചില സമയങ്ങളിൽ കർത്താവ് തന്നെ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കും. ചില സമയങ്ങളിൽ ദൂതൻ മുഖാന്തരം ദൂതന്മാരെ അയച്ച് കർത്താവ് നമ്മെ വിടുവിക്കും. എന്നാൽ ഇത് പത്രോസിന് ആദ്യം അത് വാസ്തവമെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. താനൊരു ദർശനം കാണുന്നത് പോലെയാണ് നിരൂപിച്ചത്. എന്നാൽ അതിൻ്റെ 12-ാം വചനത്തിൽ 11-ാം വചനത്തിൽ സ്തോത്രം പത്രോസ് പറയുന്നു: ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ നിരൂപണങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായി നാം കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ തന്നെ നമ്മെ ഇറങ്ങി വന്ന് വിടുവിച്ച് നാം പോലും ചിന്തിക്കാത്ത, വിചാരിക്കാത്ത, ആലോചിക്കാത്ത, നിരൂപിക്കാത്ത രീതിയിലൂടെ കർത്താവ് ചിലത് വാസ്തവമായി അറിയിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നാമും വരും ദിവസങ്ങളിൽ പറയുവാൻ പോകുന്നു: ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നെ രക്ഷിച്ച എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ. പ്രിയ ദൈവമക്കളെ, ആയതിനാൽ ഭാരപ്പെട്ടു പോകണ്ട, നിരാശപ്പെട്ടു പോകണ്ട. എത്ര നമ്മളെ ചങ്ങലക്കിട്ടാലും, എത്ര കാരാഗ്രഹ പ്രമാണിമാർ അല്ലായെങ്കിൽ ചേവകർ കാവൽ കാത്തെന്ന് പറഞ്ഞാലും, ഏത് ഇരുട്ടിനകത്ത് നമ്മെ ആക്കിയെന്ന് പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഏത് അകത്തെ തടവിലാക്കിയെന്ന് പറഞ്ഞാലും, സ്തോത്രം ഇരുമ്പ് വാതിലിനകത്ത് പൂട്ടിയെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, മരണശിക്ഷ വിധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നൊരു സഭയുണ്ടായിരുന്നു. പത്രോസിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇനിയും നിവർത്തിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളത് കൊണ്ട് ഒരു ശത്രുവിനും സ്തോത്രം തൻ്റെ കയ്യാൽ പത്രോസിനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. യാതൊരു യഹൂദ ജനത്തിൻ്റെയും പ്രതീക്ഷയ്ക്കും അപ്പുറമായി അതിനെ സ്തോത്രം തകർത്തുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി പത്രോസിന് വേണ്ടി വെളിപ്പെട്ടു. താൻ പറഞ്ഞു: ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു. എന്താണ് അറിഞ്ഞത്? യഹോവ എന്നെ വിടുവിച്ചു. അതെ, കർത്താവ് എന്നെ വിടുവിച്ചു, എന്നെ സൗഖ്യമാക്കി, എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി. ഞാനത് അനുഭവിക്കുന്നു എന്ന്, വാസ്തവമായി ഞാൻ അറിയുന്നു എന്ന് വിളിച്ചു പറയുവാൻ സ്വർഗം നമ്മെയും ഈ ദിവസങ്ങളിൽ പ്രാപ്തരാക്കും. മടുത്തു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട. കർത്താവ് നമ്മോട് കൂടിയുണ്ട്. നമുക്കൊരു
ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും ഈ വിശുദ്ധ ദിവസത്തിലും അങ്ങ് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. വചനപ്രകാരം ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ്, ചെയ്യാത്ത കുറ്റത്തിന് കുറ്റാരോപണങ്ങൾ ആരോപിച്ച് കർത്താവ് വളരെ നിരാശയിലൂടെ, പ്രതികൂലത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ കർത്താവേ ഹാലലു എങ്ങനെ പുറത്തു വരും, എങ്ങനെ അനുഗ്രഹിക്കപ്പെടും, എങ്ങനെ ഇതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കും, നന്മ പ്രാപിക്കും, സൗഖ്യം പ്രാപിക്കും കർത്താവെ എന്ന ആകുലതയോടെ വചനം കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ഇപ്പോൾ തന്നെ എൻ്റെ കർത്താവ് ആശ്വസിപ്പിച്ച് കർത്താവെ അവർ ഇപ്പോൾ ഞാൻ വാസ്തവമായി യഹോവ എന്നെ വിടിവിച്ചു, യഹോവ എന്നെ സൗഖ്യമാക്കി, യഹോവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി, വ്യത്യാസം നൽകിയെന്ന് അറിയുന്നു എന്ന് സാക്ഷ്യം പറയുവാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ കാര്യങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.